ഈ വഴിമുടക്കിയെ കൊണ്ട് തോറ്റു പണ്ടാറക്കാൻ. നീ വാലെടുക്ക്, ബാക്കി ഞാൻ ഏറ്റു. ഞാൻ പറഞ്ഞല്ലോടാ, ഞാൻ പൊളിച്ചു തരാം. എന്റെ തെമ്മാടുത്തരെ കാണിക്കുന്നേ? തെമ്മാടുത്തരോ? തെമ്മാടുത്തരം കാണിച്ചതേ നിങ്ങളെ പുന്നാരെ ആങ്ങ. അന്തിക്കൂട്ടിന് ആളെ ലക്ഷ്യം വന്നത് അടുക്കളക്കാരിയുടെ അടുത്ത്. ഇവനെയൊക്കെ പിടിച്ച് പെട്ടെന്ന് പെണ്ണ് കടിച്ചോ കേട്ടോ, അല്ലെ കുടുംബത്തിന് നാണക്കേടാ. ഇവനാ എന്നെ തല്ലിക്കൊല്ല്. എന്റെ വിധി സ്വന്തം ഭാര്യയെ ഒരു കള്ളനെ പോലെ ഒന്ന് കാണുക. സത്യ ഇവളെന്റെ ഭാര്യ. ഇത് കണ്ടോ? അത് ശരി. എന്നിട്ട് എന്തിനാണ് ഇത്രയും കാലം നീ ഒളിച്ചു വെച്ചത്? ഇക്കാര്യം പുറത്തറിയിച്ച ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് ചേച്ചി പറഞ്ഞു. പലപ്പോഴും ഇവളെ കഷ്ടപ്പെടുത്താണ്ട് ഇവളെയും കൂട്ടി ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകാൻ ശ്രമിച്ചതാ. പക്ഷെ ഇവള് സമ്മതിച്ചില്ല. ഏതായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഒളിച്ചും പാത്തുള്ള ജീവിതം ഒന്നും വേണ്ട. മേഡത്തിന്റെ അനുഗ്രഹം വാങ്ങിച്ച് സുഖമായിട്ട് ഒന്നിച്ച് ജീവിക്കും. കുഴപ്പമില്ല, ഞങ്ങൾ എല്ലാരും അനുഗ്രഹിച്ചു. നോക്കി നിൽക്കാതെ അവളെ വിളിച്ച് മുറി പോടാ. കള്ളമാണ്, പച്ച കള്ളമാണ് ചേച്ചി പറയുന്നത്. ഇങ്ങനെ ഒരു വിൽപത്രം അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. നിനക്ക് ഉറപ്പാണോ? ഉറപ്പാണോ എന്ന് ചോദിച്ചാൽ അത്ര വലിയ ഉറപ്പില്ല. അച്ഛൻ വിൽപ്പത്രം എഴുതിയിട്ടുണ്ടോ? അതുണ്ട്. അത് എവിടെയാണെന്നറിയോ? അറിയാം, പക്ഷേ എന്താ ഒരു പക്ഷേ? പക്ഷെ അത് ചേച്ചിയുടെ മുറിയില്ല. എങ്കിലൊരു പക്ഷേയില്ല. ഇന്ന് രാത്രി നമ്മള് രണ്ടുപേരും കൂടി അത് മോഷ്ടിക്കുന്നു. തലോണന്റെ അടിയിൽ ഹലോ, മുരിങ്ങാത്തറ കുരുവിള സാറിന്റെ വീട്ടിലെ സാറിനൊന്ന് കിട്ടോ? അത്യാവശ്യ കാര്യം പറയാനാ. റോങ് നമ്പർ. മായേ, ചേച്ചി നിന്നോട് എന്താ പറഞ്ഞത്? ഈ തറവാട്ടിലെ സ്വത്തുക്കൾക്കൊന്നും നമുക്ക് അവകാശമില്ലാന്ന് അല്ലേ? സാരമില്ല, അച്ഛനങ്ങനെ വിൽപ്പത്രം എഴുതിപ്പോയില്ലേ, ഇനി ഇത് തിരുത്താൻ നോക്കില്ലല്ലോ അല്ലേ ചേച്ചി? സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ അച്ഛൻ എഴുതി വെച്ച വിൽപ്പത്ര പ്രകാരം അന്യ തറവാട്ടിൽപ്പെട്ട ഒരു സ്ത്രീക്കോ പുരുഷനോ വിവാഹബന്ധത്തിലൂടെ ഈ തറവാട്ടിലേക്ക് കടന്നു വരാൻ കഴിയില്ല. എങ്കിൽ ഒരു ചില്ലിക്കാശിന് പോലും അവകാശം ഇല്ലാതെ ആദ്യം പടിയിറങ്ങേണ്ടി വരുന്നത് ഈ ചേച്ചി. നീ എന്താ പറഞ്ഞു വരുന്നത്? പറയാം, ഹൃദയക്കല്ലേ. ഇത് കണ്ടോ, മാരേജ് സർട്ടിഫിക്കറ്റ്.
15 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഇല്ല, കള്ളമാണിത്. ഈ ആളെ അറിയൂ? ആനക്കാട്ട് പപ്പൻ, പുത്തൂരൻ തറവാട്ടിലെ ദുർഗത്തമ്പുരാട്ടിയുടെ ഭർത്താവ്. ഇത്രയും കാലം ദുർഗത്തമ്പുരാട്ടി നിങ്ങളെയൊക്കെ ചതിക്കുകയായിരുന്നു. 24 മണിക്കൂറിനകം പപ്പനെ അവിടെ എത്തിച്ചിരിക്കും നിങ്ങളുടെ കള്ളക്കളി പൊളിക്കാൻ. കണ്ടോ? കണ്ടോന്നാ? വീട് കണ്ടുപിടിക്കാൻ പറ്റ പാടെ എനിക്കറിയാം. അതല്ല, പപ്പനെ കണ്ടോന്ന്. പാപ്പ പോയി. എവിടെ പോയി? പാപ്പ മരിച്ചോട്ട് 14 വർഷമായില്ലേ? മരിച്ചു പോയി. എന്താ പാപ്പന് മരിക്കാൻ പാടില്ലേ? ദാ, കേറുവണ്ടി. അല്ല അതെ, തമിട്ട ചേച്ചിയുടെ ഭർത്താവ് വന്നു. ഏ? ആനക്കാട് പപ്പൻ. ഞാൻ ആനക്കാട്ട് പപ്പൻ, ദുർഗയുടെ ഭർത്താവ്. കുറെ നാളായി ഞാൻ കറക്കത്തിലായിരുന്നു. രാമൻകുട്ടി, നിങ്ങളുടെ പോലെ തന്നെ ഞങ്ങളെ റേഷ്യോ മാരേജ് ആയിരുന്നു. ഈ പുത്തൂരൻ തറവാട്ടിലെ കാരണവർ, അതായത് നമ്മുടെ അമ്മായച്ചൻ, പുള്ളിക്കാരന്റെ പിടിവാശിയായിരുന്നു ഇതിനൊക്കെ കാരണം. കുറെ കറങ്ങി അമേരിക്ക, സ്വിറ്റ്സർലൻഡ്, ജപ്പാൻ, സിംഗപ്പൂർ, ബർമ്മ, അടുത്തു. ഇപ്പോൾ എനിക്ക് തോന്നി ഇവളെ ഒന്ന് കാണണമെന്ന്. വന്നു, കണ്ടു. പക്ഷെ എന്റെ എല്ലാ പ്രതീക്ഷകളും ഇവള് തെറ്റിച്ചിരിക്കുക. ഇനി എന്നെ എങ്ങോട്ടും വിടില്ലെന്ന് ഇവള് പറയുന്നേ. അല്ലേടി, ഇവള് പറഞ്ഞത് ശരിയാ. ഞാനും വിചാരിച്ചു കുറെ നാൾ ഇവിടെ കൂടിക്കളയാവുന്നു. എന്താ രാമൻകുട്ടി, അതല്ലേ അതിന്റെ ഒരു ശരി? നിന്റെ കോൺട്രാക്ട് പണിയൊക്കെ പൊളിഞ്ഞു അല്ലേ? സാരമില്ല, ഇനി ഞാനിവിടെ ഇല്ലേ, എല്ലാത്തിനും വഴി ഉണ്ടാക്കാവുന്നേ. എന്താ? ഞാൻ ചെയ്യാമി. അറിയാം, രാമൻകുട്ടിയുടെ എർത്ത് അല്ലേ? യാമി, നീ എന്നെ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചെന്ന് കേട്ടു. അന്വേഷിച്ചു. നമുക്കൊന്ന് വിശദമായിട്ട് കാണണം. വിശദമായിട്ട് കാണാം. ഉണ്ണി, ചക്കര കുട്ടൻ, ഞാനിവിടുന്ന് പോകുമ്പോ നീ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയ പട്ടിക്കുട്ടിയുടെ അത്രയും. അളിയന്റെ ചെല്ലക്കുട്ടി. രാമൻകുട്ടി, ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. നമുക്കൊന്ന് തുറന്ന് സംസാരിക്കണം. ആവോ മേരി പ്യാരി പത്നി, അയ്യേ ഹം തും ഏക കമര മേ ബന്ദ്. മുതലാളി, മരിച്ചു പോയെന്ന് പറഞ്ഞ പപ്പൻ ഇയാള് തന്നെ.